ഹായ് നമസ്കാരം. നമ്മളിവിടെ എത്തി വളരെ ലേറ്റായി പോയി. ഇതാണ് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടുത്തെ. പിന്നെ വന്നപ്പോൾ 5 മണി വരെ ഇവിടെ ഉള്ളൂ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് 5 മണി വരെ ഇവിടെ ഉള്ളൂ. കാരണം ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യവും പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയും ഒക്കെയാണ് 5 മണി വരെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ തന്നെ നിന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എൻ്റെ ചുറ്റുപാടെന്നൊക്കെ മലയുണ്ട്. റിസർവേഡ് വരുന്ന ഭാഗം ഇവിടെയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ മൊത്തം ഫെൻസിങ് ആണ്, നമുക്ക് കണ്ടാലും മനസ്സിലാവും. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതുവഴിയാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ നമ്മൾ പക്ഷേ എന്തുകൊണ്ടും വളരെയധികം ടൂറിസം സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ആൾക്കാർ ഇവിടെ ഒത്തിരി പേര് ട്രക്കിങ്, അതായത് ജീപ്പ് പിടിച്ചാണ് വരുന്നത്. ബെറ്റർ ജീപ്പ് പിടിച്ചാണ് വരുന്നത് നല്ലത്. പല യൂട്യൂബ് ചാനലുകളിലും പറയുന്നത് നമുക്ക് കാറിലിവിടെ വരാം, റോസ്മലയിൽ കാറിലിവിടെ വരാം എന്നാണ് പറയുന്നത്. അത് അങ്ങനെ പല ഫാമിലികളും വരുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഒരുപാട് വർഷമായിട്ട് കാടിലൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാരണവശാലും നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് വീലുള്ള 2 വീൽ ഡ്രൈവുള്ള സാധാ നമ്മുടെ ഹാച്ച് ബാക്ക് കാറുകൾ കൊണ്ട് വരരുത്. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വണ്ടികൾ 4 വീൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ വരാം, ജീപ്പ് അല്ലെങ്കിൽ നല്ല ഹൈറ്റുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾ കൊണ്ട് മാത്രമേ ഇവിടെ വരാവൂ. അതുപോലെ വന്നിരുന്നാലും നല്ല രീതിയിൽ ഓടിക്കാൻ അറിഞ്ഞാൽ മാത്രമേ വരാവൂ. ഞാൻ ഡ്രൈവ് ചെയ്തതിൽ ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയുള്ള സ്ഥലമാണ്. വളരെ ചെറിയ വഴിയാണ്. തിരിച്ചു പോകാൻ അവിടെ നിന്ന് വേറൊരു വണ്ടി വന്നാൽ പോകാൻ ഒരു സ്ഥലവുമില്ല. ഞാൻ വരുന്ന വഴിക്ക് ഇവിടുത്തെ ഏക ട്രാൻസ്പോർട്ട് വന്നായിരുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധം, കാരണം ഒരു വഴിയുമില്ല. ഒരു ചെറിയ സ്ഥലം കണ്ടി അവിടെ എങ്ങനെയും ഡീപ്പായിരുന്നെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ വരുന്ന പലയിടത്തും പറയുന്നത് നമുക്ക് ഈ വണ്ടിയും കൊണ്ട് വരാമെന്ന് പറയുന്നത്, ദയവേത് നിങ്ങൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള 4 വീൽ ഡ്രൈവോ അല്ലെങ്കിൽ 2 വീൽ ജീപ്പോ, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള പൊക്കമുള്ള വണ്ടിയിൽ മാത്രമേ വരാവൂ. നോർമൽ ഹാച്ച് ബാക്കിൽ ഫാമിലി ആയിട്ട് വരരുത്. നല്ല വെയിറ്റാണ്. അതായത് റോഡ് കുറേ ഭാഗങ്ങളൊന്നും നമുക്ക് റോഡിൽ ടാറില്ല, അല്ലെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ വണ്ടികൾ കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് ജീപ്പ് സർവീസ് ലഭ്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരാം. അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവോ ഉള്ള ഹൈറ്റുള്ള സഫാരി വണ്ടികളിലോ മറ്റോ വരാം. നല്ല ഡ്രൈവിങ് അറിയണം, എങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാവൂ. ഇച്ചിരി ഡേഞ്ചർ തന്നെയാണ്. പക്ഷേ വളരെ മനോഹരമാണ്. റോഡ് ഇവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരിക്കും. ഞാൻ വരുന്ന വഴിക്കൊക്കെ പലപ്പോഴും വണ്ടിയിൽ ക്യാമറ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഡ്രൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലാണ് നമുക്ക് ഒരു കൈ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാമായിരുന്നു. പക്ഷേ ഇതൊട്ടും പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഓടിക്കേണ്ട അവസ്ഥയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ പറയാണ്. ഇവിടെ വന്നിട്ട് അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷേ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത.